കല്യാണ ഡ്രസ്സിലോ? ഗ്ലാമർ. അണ്ണന്റെ കല്യാണാണോ? അല്ലേ അണ്ണ ഇത് പക്ഷെ ഭയങ്കര ഒരു നിനക്ക് ചേരും, നല്ല കളറും അണ്ണൻ എന്തോ ഒരു ഇത് എന്തോ ഒരു ഇതോ എന്തോ ഒരു ലക്ഷറി അല്ലേ? അങ്ങനെ പറയരുത്. കാരണം അവൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പറയുന്നു കണ്ടിട്ട് എന്തോ ഒരു ഇത് അങ്ങനെയല്ല. ആ ഒരു ഇതിന് രണ്ടർത്ഥമുണ്ട്. അതാ ഞാൻ ചോദിച്ചേ. പോസിറ്റീവ് നെഗറ്റീവ്. നമ്മൾ പോസിറ്റീവ് വേണം. എന്നാലും അണ്ണനെ ഉദാഹരണം, ഒരു മീനുട്ടി പോസിറ്റീവ് അറിഞ്ഞോ? ഒരു നെഗറ്റീവ്. അറിഞ്ഞില്ലല്ലോ. എന്താ അറിയില്ല. വാച്ചിൽ എന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കളഞ്ഞപ്പോ റിമിമോളും അണ്ണനും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ മാത്രമാക്കി. അത് കാണിച്ചേ. ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ അത്? ഇല്ല, മാറ്റിയവൻ. പിന്നെ ഞാനുമായിട്ടുള്ള സ്നേഹം ബന്ധം വേർപെടുത്തി. നിങ്ങളുടെ ബന്ധം പിരിഞ്ഞോ? നിങ്ങൾ ബന്ധം പിരിഞ്ഞ് അവൻ പിരിഞ്ച്. എടാ നിങ്ങൾ ബന്ധം പിരിഞ്ഞോ? ഇല്ല ഫോട്ടോ മാറ്റി എന്റെ ഫോട്ടോ മാറ്റി ബാക്കി ഇതെല്ലാം ചെയ്ത് റിമിമോളെ മാത്രം. കാരണം അവിടുന്ന് എവിടുന്നൊക്കെയോ വിളിച്ചിട്ട് കുവൈറ്റിൽ നിന്ന് മസ്കറ്റിൽ നിന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു റിമിമോളെ നീ പൊന്നുപോലെ. അത് മാത്രല്ല, റിമിമോളെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരൂ. കണ്ട അതുവരെ എത്തി. അതിന് എന്റെ അടുത്ത് നമ്പർ ഉണ്ടാകണ്ടേ? നീ ചോദിച്ചോ നമ്പർ ചോദിച്ചോ എന്നോട്? എന്നോട് ചോദിച്ചു. നിന്നോട് അവര് നമ്പർ ചോദിച്ചു. ആൾക്കാർ നമ്പർ അവര് ചോദിച്ചു മസ്കറ്റിലെ ആന്റി തന്നെ എന്നോട് ചോദിച്ചു. നമ്പറൊക്കെ വാങ്ങിച്ചു വെക്കണ്ടേ, നിനക്ക് ആവശ്യമുള്ളപ്പോ വിളിക്കുകയും കാര്യങ്ങളൊക്കെ പറയണ്ടേ. അല്ലെന്ന്. എന്നിട്ട് അവൻ വന്നപ്പം നിന്നെ കണ്ടപ്പോ എന്തോ പോലെ ഇരിക്കുന്നു. ഓ, അങ്ങനെ ഒരു വാക്കേ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞോടാ? എടാ എന്തോ ഒരിത് അങ്ങനെ പറയൂ. എന്നെ കണ്ടിട്ട് സുന്ദരനായിരിക്കുന്നു പറഞ്ഞു. എന്നെ കണ്ടിട്ട് എന്തോ തളർത്താൻ നോക്കുന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത്. നല്ല രസമുണ്ടടാ. എന്തോ ഒരു ഇതെന്ന് വെച്ചാൽ സ്പെഷ്യലാന്ന്, ഒരു സ്പെഷ്യലാന്ന് ഉദ്ദേശിച്ചേ. നിനക്കിത് വേണം, നിനക്കിത് വേണം. നീ ആ ഫോട്ടോ അങ്ങ് മാറ്റിയരാ. ഇല്ലെങ്കിൽ നിനക്കിത് ഇത് ഞങ്ങളും കൂടെ ഒരു വാച്ച് വാങ്ങാം. എന്നിട്ട് അപ്പുറത്തെ കൈ കെട്ടിക്കാൻ നമുക്ക്. അത്രയല്ലേ കെട്ടിക്കാം. അവന് ഞാൻ വേറെ കളറുള്ള വാച്ച്, കാരണം ഈ കളർ എല്ലാത്തിനും ചേരില്ല. എന്നിട്ട് അവൻ എല്ലാത്തിന്റെയും കൂടെ ഈ വാച്ച് ഒരു വാച്ച് കൊടുത്തുള്ളൂ. അത് വേറെ ആൾക്കാർ. വാച്ച്, സൈക്കിള്, കാറൊക്കെ ആയി. അതെ. മക്കളെ ഏത് പാട്ടാ പാടുന്നത്? റംസാൻ നിലാവത്ത്. ഓ, അടിപൊളി പാട്ടാണല്ലോ. ദാസേട്ടൻ പാടി അഭിനയിച്ചാണത്. എം ജയചന്ദ്രൻ മ്യൂസിക്. എന്തോ ബോയ്ഫ്രണ്ട് സിനിമ ബോയ്ഫ്രണ്ട്. പിന്നെ ലിറിക്സ് കൈതപ്രം സാറ്, പാടിയത് യേശുദാസ് സാറ്. വർഷം 2005. അപ്പൊ തുടങ്ങാം നമുക്ക്. ഓക്കെ.
അതല്ലേ ഡാൻസേഴ്സ്